വീഡിയോയിലേക്ക് സാധനം നമ്മൾ കുറേ നാളെ എന്തൊന്ന് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഷോർട്സാണ് ഇടാറ്. 6-7 മാസമായിരുന്നൊന്ന് വീഡിയോ കിട്ടിയിട്ട്. ചിലവരൊന്നും കമൻറ്റ് ചോദിച്ചായിരുന്നു അത്രയൊക്കെ ഇരുന്ന് സമയം കിട്ടാത്തതാണ്. എക്സാമും കാര്യങ്ങളൊക്കെ നടക്കില്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കാം. പക്ഷേ മാക്സിമം സമയം ലൈക്കും വീഡിയോയ്ക്ക് തരിക. ഷോർട്സിന് മാക്സിമം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ 4.5K ആയിട്ടൊന്നും അറിയാൻ വയ്യ. അപ്പം നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് നല്ല കാര്യം. അപ്പോൾ ഗൈസ് എനിക്കൊരു 10K അടിക്കണം. നിങ്ങളത്രയും സപ്പോർട്ട് ചെയ്യണം ഒന്നും കൂടെ. അപ്പം എനിക്കൊരു 10K അടുപ്പിച്ച് തരണം. കളി തുടങ്ങും. എനിക്കൊരു 10K അടുപ്പിച്ച് തരണം. അപ്പോൾ ഇനി പഴയ വീഡിയോ ഇടാൻ നോക്കാം. ഡിവിഷൻ പുഷിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാൻ നോക്കാം. ഡിവിഷൻ പുഷിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെ തന്നെ പൈപ്പ് ഡിവിഷൻ പുഷ് ചെയ്യുമ്പോൾ ഒരു 1 വരെ അടിക്കുന്ന വീഡിയോ കിട്ട്. അടുത്ത ഡിവിഷൻ വന്നാൽ അതങ്ങനെ പുഷ് ചെയ്യുന്ന. പിന്നെ 1 വേണ്ട കളിക്കാൻ. പക്ഷേ എനിക്ക് 1 വേണ്ട കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി വന്നാൽ മതി. അങ്ങനെ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിലിപ്പോൾ കളി വന്നിട്ടുണ്ട്, കളി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ടീം നോക്കി എൻ്റെ മെയിൻ അക്കൗണ്ട് ഇതല്ല ഇതെൻ്റെ ടീമല്ല, ഇത് വേറെ ടീമിൻ്റെ അങ്ങനെ നോക്കുക. നല്ല അക്കൗണ്ടാണ്. പക്ഷേ ഇതെൻ്റെ മെയിൻ അക്കൗണ്ടല്ല. സോളോ വന്നപ്പോൾ കൂട്ടുകാരൻ വന്ന് നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. സോളോ ഒക്കെ വെച്ച് കളിപ്പിച്ച് നോക്കണം. ഞാൻ കുറേ കളിച്ചിട്ടില്ല, അങ്ങനെ കുറേ നാളെ കളിച്ചിട്ട്. ഇതിപ്പം 1 വേണ്ട കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ കമൻറ്റ്, ഈ വീഡിയോയുടെ കമൻറ്റിനകത്ത് എൻ്റെ ഇത് കാണും, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. അതിനകത്ത് 1 വേണമെന്ന് പറഞ്ഞുള്ള കമൻറ്റിൽ ഇട്ടാൽ മതി. എൻ്റെ എടുക്കണം. അല്ല ശേഷം അങ്ങനല്ല, മെസ്സേജെല്ലാം ഇട്ടാൽ മതി. കളി നമ്മൾ ജയിച്ച് ഡിവിഷൻ 1 ഒക്കെ അടിക്കണം. ഈ ഡിവിഷൻ പോകുമെന്ന് അറിഞ്ഞൂടാ. പോണ വരെ നമുക്കിത് നോക്കാം. മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഈ സ്ഥലത്തിൽ വീഡിയോയ്ക്ക് നല്ലോണം വ്യൂസ് കേട്ട് തരണം. നിങ്ങളാണ് ഇനി കേട്ട് തരണത്. കളി തുടങ്ങിയിട്ടുണ്ട്. സോളയുടെ കളി ഞാൻ കാണിച്ചു തരാം. സോള കറക്റ്റാണ് എടുത്തത്. സൈസ് ഇതെൻ്റെ ഇത് അനങ്ങുന്നില്ല, ജോയ്സ്റ്റിക്ക് അനങ്ങുന്നില്ല. അതുപോലെ കളിച്ചിട്ട് കുറേ നാള് ജോയ്സ്റ്റിക്ക് അനങ്ങുന്നില്ല. നോക്കട്ടെ. എന്താ എൻ്റെ ഫിക്സ്ഡ് ആണോ? അല്ലല്ലോ. അടിക്ക് തിരിച്ചടി ചെയ്യും. അത്രേ ഉള്ളൂ. അടിക്ക് തിരിച്ചടി ഉണ്ടല്ലേ നിങ്ങൾ. അടിക്ക് തിരിച്ചടി തന്നെ. ഫസ്റ്റ് ക്ലാസ്സിൽ കൂടെ അങ്ങ് ഒന്ന് അടിച്ച് ഒച്ച അക്കൗണ്ട് വെച്ച് അടിച്ച്. അതാണ് ഈ സമയം നമുക്ക് വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. നല്ലോണം കളിക്കാൻ ശ്രമിക്കാം വെക്കേഷനൊക്കെ ആകുമ്പോൾ. ഗൈസ് ജസ്റ്റ് മിസ്സിനാണല്ലേ. അത് നല്ല വാസന പറയുന്നത് അറിയാമായിരുന്നു. എൻ്റെ മെയിൻ കാര്യം ഇതാണ്. ത്രൂ കൊടുത്ത് കളിക്കുന്നത്. അതിനകത്താണ് ബോൾ അങ്ങനെ കിട്ടത്തില്ല. ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കളിയൊക്കെ തെറ്റൊക്കെ ഒന്ന് വന്നു. അമ്മൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, മറക്കല്ലും. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കണം.
ഈ സബ് എങ്ങനെയൊക്കെ ചെയ്താലും ചെയ്യണം ഗൈസ്. സബ് കുറച്ച് സബ് വേണം ഗൈസ്. പിന്നെ വ്യൂസും വേണം ഗൈസ്. അത്യാവശ്യം വ്യൂസ് ഒപ്പിച്ചാണ് ഗൈസ്. ഗൈസ് എന്തോ ലാഗ് ഉണ്ട് ഗൈസ്. ഉണ്ടോ പാസ്സൊന്നും ഇപ്പോൾ ഫാസ്റ്റിന് പോകുന്നില്ല. എന്താണെന്ന് അറിയാൻ വയ്യ. അവൻ്റെ ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ സ്മാർട്ട് അസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ നാളെ കഴിച്ച് വെച്ചിട്ട് അതാണെന്ന് പറഞ്ഞുകൂടാ. പാസ്സൊന്നും പറഞ്ഞതിന് പോകണില്ല. പക്ഷെ അയ്യേ ഗൈസ് നല്ലൊരു ചാൻസാണ് ഗൈസ്. നൈസ് കയറ്റമായിരുന്നു. പക്ഷേ എന്നാന്നുള്ളതൊക്കെ കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ നല്ല പാസ് ചെയ്തത് ഇപ്പോൾ പറ്റത്തില്ല. സോളയുടെ ഗോൾ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എന്തായാലും നമ്മൾ ജയിക്കത്തുള്ളൂ. അങ്ങനെയല്ല, കാരണം ഈ 8 ഡിവിഷനൊക്കെ സിമ്പിളാണെന്നാണ് തോന്നുന്നു. നമ്മളല്ല പാടുണ്ട്. അങ്ങനെയല്ല എത്രയൊക്കെ അതിൻ്റെയൊക്കെ എത്ര വലിയ അക്കൗണ്ടാണ് പൈസ. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുന്നില്ലേ. പാസ് പോണില്ല. എന്തോ എനിക്ക് തോന്നുന്നില്ല. മറ്റേത് ഫസ്റ്റ് വെച്ച് പാസ് കൊടുത്ത് ചെയ്യുന്നില്ല. അപ്പോൾ പാസ് പോണില്ല. ഞാൻ എന്തായാലും വീഡിയോ ഞാൻ യൂട്യൂബ് ഇടും. കുറേ നാളായില്ല വീഡിയോ കിട്ടിയിട്ട്. ഗൈസ് ഈ റൊണാൾഡോ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഈ റൊണാൾഡോയുടെ അക്കൗണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്തു ഗൈസ്. ഗോൾ ഗൈസ്. ആ പാസ് ചെയ്താ ഗൈസ്. ആ പാസ് ഉണ്ട്. ഫസ്റ്റ് ടൈം പാസ് ഇങ്ങനെ വിഷയമില്ല ഗൈസ്. ഗോളെ കഴിയും. ഈ സോളോ മൊമെൻ്റം ഡ്രിബിളിങ് ആണല്ലേ. അപ്പോൾ സോളോ വെച്ചൊരു സോളോ റൺ അടിക്കണം. അയ്യോ സോളോ വെച്ചൊരു സോളോ റൺ കളിക്കണം ഗൈസ്. ഒരു ഗോൾ അടിക്കണം ഗൈസ്. കാരണം ബ്ലിറ്റ്സും ആണ് മൊമെൻ്റും ആണ്. ഞാൻ അടിച്ചിട്ടുണ്ട് കുറേ. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് സോളോ. ടാക്കിളാണ് അത് ഫൗളാണ് ഗൈസ്. അപ്പോൾ 1 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 ആയിട്ടുണ്ട്. കാര്യം നമ്മുടെ പാസിങ്ങൊക്കെ ഭയങ്കര സ്ലോ ആയി. അതാണ് ഇപ്പോൾ തന്നെ ഒരു ഇത് വന്നത്. കൗണ്ടറാണ് വന്നത്. അയ്യോ ഗൈസ് സോളോ നോർമൽ പാസും കൂടെ വേണം. പാസിങ്ങും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. സോളോയ്ക്ക് നല്ല പാസ് കൊടുത്താൽ സോളോ ഓടിക്കറിയും ഓടിച്ചോളും. അത് സോളോ കയറ്റാൻ നൈസായിരുന്നു. പക്ഷേ അടിക്കാൻ പറ്റിയില്ല. അവിടുത്തെ സെക്കൻഡ് ബ്ലോക്ക് ചെയ്തോ ഞാൻ കണ്ടില്ലായിരുന്നു.
വെച്ച് ഷൂട്ട് ചെയ്തു. അവ ഇല്ലാണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോളി കയറുകയാണ്. ഇവിടെ ഒരു കളി കളിക്കാം ഗൈസ്. നമുക്ക് സോളോ വെച്ച് തന്നെ കളിപ്പിക്കാം കേട്ടോ ഗൈസ്. അയ്യേ ഗൈസ്, ഞാൻ ബ്ലിറ്റ്സ് അടിച്ചത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ എൻ്റെ തൊട്ടാണ് കളിപ്പിച്ചൊന്ന് ശീലമാണ് ഗൈസ്. എല്ലാ എണ്ണത്തിനും ഒന്ന് കളിപ്പിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കളിപ്പിച്ച് സെറ്റാകും. കൊച്ചൊക്കെ കൊണ്ട് വെച്ചാണ് ഗൈസിനെ കളിക്കുന്നത്. ആലോചിച്ച് നോക്കി. നമ്മൾ ജയിച്ചെന്ന് തോന്നുന്നു. 4-ആയി. അപ്പോൾ വലിയ അക്കൗണ്ടായിട്ട് പറയാം. അത് പാസിങ്ങൊന്നും എനിക്ക് കറക്റ്റ് പോകണില്ല. എന്നിട്ട് നമ്മൾ ജയിച്ചു. പോസ്റ്റാക്കുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യേ ഗൈസ്, എന്ത് ഗൈസ് കാണിക്കുന്നവൻ? ആരോ വെച്ചായിരുന്നു ഗൈസാണ് കറവ് അടിച്ചത്. അതിൻ്റെ ആവശ്യമില്ല. അതും വേറെ ഫൂട്ടാന്ന് തോന്നുന്നു. അവൻ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ ഗോളി ഇറക്കൊണ്ട് വരുമെന്ന്. അതിപ്പോൾ കളി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അര ഡിവിഷൻ ജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ ചിലപ്പോൾ മാക്സിമം ഒരു ഡിവിഷൻ 1 അടിക്കാൻ നോക്കാം. സോറി, ഡിവിഷൻ 7 അടിക്കാൻ നോക്കാം. ഇപ്പം എത്ര ഡിവിഷൻ 8 ആണെന്ന് നോക്കാം. ഡിവിഷൻ 7 ആയോ? ഡിവിഷൻ 6 ഒക്കെ അടിക്കാൻ നോക്കാം. ഇത്ര കൊണ്ടാണ് 8 കൊണ്ട്. അപ്പോൾ 3 മാച്ച് ജയിച്ചാൽ മതി. നമുക്ക് മാക്സിമം നോക്കാം, കാരണം സമയമില്ലാത്തതാണ്. ചേച്ചി നാളെ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇന്നൊരു വീഡിയോയും നാളെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഷോർട്സ് ഇത്തിരി എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഷോർട്സ് സമയം എടുക്കും. അപ്പം വീഡിയോ ഒക്കെ കുറച്ച് കാണും. ഞാൻ ഷോർട്സ് എടുക്കാം. നമുക്ക് അവൻ്റെ ടീമും നോക്കാം. എനിക്ക് തോന്നുന്നില്ല വലിയ ടീമാണോ. ആണോ ഗൈസ്? വലിയ ടീമാണോ ഗൈസ്? ഞാൻ പറഞ്ഞുതരാം. നെയ്മറുണ്ട്, ഇത് റൊമാരിയോ ആണോ ഗൈസ്? റൊമാരിയോ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഫ്രീ പ്ലേയേഴ്സാണോ? സെത്രയുണ്ട്. ഇതാരായിരുന്നു? ജിറാഡാണ്. വലിയ അക്കൗണ്ടെന്ന് പറയാനൊക്കത്തില്ല, കാരണം ഫ്രീ പ്ലേയേഴ്സാണ്. വെറും റൊമാരിയോ മാത്രമേ വന്നു. നമുക്കും അതും ഇല്ല. കളിയിലേക്ക് പോവാം. ഈ കളി ഇത്തിരി ടഫുള്ളവനായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവൻ കളിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഈ നെയ്മർ ബ്ലിറ്റ്സ് ആണ് ഗൈസ്. ഒന്ന് കമൻറ്റിൽ പറയണം ഗൈസ്, നെയ്മർ ബ്ലിറ്റ്സ് ആണ് അല്ലേ ഗൈസ്. മാക്സിമം വീഡിയോ കാണുന്നവർ ഫുള്ളും കണ്ടു തരണം ഗൈസ്. ഫുള്ളും ഒരു കാണണം ഗൈസ്. ഇപ്പം ഈ 20 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ 20 മിനിറ്റ് ഇരുന്ന് കാണണം ഗൈസ്. ഇത്തിരി സപ്പോർട്ട് തരണം ഗൈസ്. നിങ്ങൾ കാണാൻ ബോറടിക്കുകയാണെങ്കിൽ ചുമ്മാ ഇരുന്ന് കണ്ടിട്ടെങ്കിലും പോകണം ഗൈസ്. യാസീൻ, നമുക്ക് യാസീനെ തോപ്പിക്കണം. പക്ഷേ എൻ്റെ കിക്കാണോ അവൻ്റെ കിക്കാണോ? അവൻ്റെ കിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ റോബർട്ടാണ് കേസ്. സോറി, റൊമാരിയോ അല്ല, റോബർട്ടോ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. അതായത് ഇപ്പോൾ വന്നതാന്ന് തോന്നുന്നു.
റോബർട്ടോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. സോ ഗോൾ ചെയ്തു പെട്ടെന്ന് കെയർ ചെയ്യാൻ ഗോളിച്ച് തിരിച്ചടിക്കേണ്ട ചോദിച്ചിരുന്നത്. നമ്മളെ സോളോ അവനെ കാണിച്ചു കൊടുക്കാം. ഏകദേശം ഫുൾ ഡിഫൻസ് ഇട്ടിട്ടുണ്ട്. ഓ നമുക്കൊരു അറ്റാക്ക് ഇട്ടാലോ? കണ്ടത് കളിയട്ടെ. സോളോ കയറിയതാണ്, പക്ഷെ അടിച്ച് ഇത്തിരി പവർ കൊടുക്കും. കുഴപ്പമില്ല, അടുത്തതിനകത്ത് ശരിയാക്കാം. ഫൗള് റെഡല്ലേ ശരി, ബോൾ കഴിഞ്ഞ ശേഷം തോന്നിട്ടാണ് എല്ലാം എങ്ങനെ കൊടുക്കണ്ടേ. ബ്ലിറ്റ്സാണ് കേട്ടോ ഇത്, പക്ഷേ എനിക്കങ്ങനെ ബ്ലിറ്റ്സ് അടിക്കാൻ അറിഞ്ഞോണെന്ന് തോന്നുന്നു. ബ്ലിറ്റ്സാണ് കേട്ടോ. അയ്യോ ഒറ്റ കാലിൽ തന്നെ കൊടുത്തു. അവൻ വെയിറ്റ് ചെയ്തിട്ട് ഫോർവേഡ് പോകുമ്പോൾ അത് സൈക്കിൾ നല്ലോണം കയറുമ്പം പാസ് കൊടുക്കുന്നു. അവൻ നല്ല കളിയാണ് ഏഷ്യാൻ്റെ. പക്ഷേ ഫുൾ ഡിഫൻസ് ഇട്ട് സ്ഥിതിക്ക് നമുക്കൊരു അറ്റാക്ക് ഇടാം, എന്നിട്ട് നമുക്ക് ജയിക്കാം. കാരണം ഫുൾ ഡിഫൻസൊക്കെ ഇട്ടാൽ എല്ലാം നമ്മൾ ഡിഫൻസിലായിരിക്കും നിൽക്കുന്നത്. ഷോ കാണിച്ചാണ് ഞാൻ വിചാരിച്ചു ഇവൻ പുഷ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേക്ക് ഇടാൻ വേണ്ടി. ഇത് ഫൗളാണോ? ഇത് ഫൗളല്ലേ, ഒരു ടാക്കിളല്ലേ ഇത്? ഫ്രീ കിക്ക് എടുക്കാൻ അറിയാവുന്നവനാണെങ്കിൽ ഗോൾ കയറും, ഫ്രീ കിക്ക് എടുക്കാൻ അറിയാത്തവനാണെങ്കിൽ കയറത്തില്ല. സോ നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം അവൻ എടുത്തിട്ടുണ്ട്. കളിക്കുന്നുണ്ട് ചേച്ചാ, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ ആകെ ഒരു സോളോ വെച്ചടിച്ചതേ ഉള്ളൂ, നിങ്ങൾ കണ്ടല്ലേ. അതിനാളി അങ്ങനെയാണ് ഞാൻ കളിച്ചത്, രണ്ടോളം ഡിഫൻസ് ഒട്ടിച്ചത്. പറ്റുന്നില്ല എനിക്ക്, പാസിങ്ങൊന്നും പോണില്ല സാധാരണ വിഷയം. അതുപോലെ ഇപ്പം ഫുൾ ഡിഫൻസ് ഇട്ട് വെക്കുന്നുണ്ടേ, എല്ലാണോ ഡിഫൻസ് ആകെ എനിക്ക് 4 സ്ട്രൈക്കറുള്ളൂ. കണ്ടോ? അതുപോലെ ഡിഫൻസും പെട്ടെന്ന് കൂട്ടുന്നു. ടാക്കിൾ ചെയ്യുന്നുണ്ട്. വയസ്സ് ഓഫ് സൈഡ് അല്ലേ ഗൈസ്? എൻ്റെ ഓളി ഇറങ്ങി വന്ന നല്ല മിസ്റ്റേക്കാണ് അവിടെ കാണിച്ചത്. ഞാൻ അറിഞ്ഞില്ല ഓളി ഇറങ്ങി വന്ന കമ്പാക്ക് എടുക്കാൻ പറ്റുമോ ഗൈസ്? എനിക്ക് തോന്നുന്നില്ല കമ്പാക്ക് എടുക്കാൻ പറ്റുമെന്ന്. കൊച്ചു ടീമാണ് എൻ്റെ, എനിക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ കറക്റ്റിന് ടാക്കിളും ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഐഡിയ അറ്റാക്കിടാം. ഡിഫൻസും കൂടെ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഒട്ടും കയറാൻ പറ്റില്ല ഗൈസ്. മറ്റേ പിന്നെ അങ്ങനെ ഒന്നും കളിച്ചില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിന് അവനിക്കല്ല കേസ് കൊടുത്തത്,
ഒന്നും ശരിയാവില്ലേ നാളായി കളിച്ചിട്ട്. പക്ഷെ അപ്പോൾ എപ്പോഴും അങ്ങ് ടാക്കിൾ ചെയ്യാൻ നോക്കിയാലോ നൈസ് പോണില്ലല്ലോ. ഹെഡൊന്നും ചെയ്യുന്നില്ലേ പവറൊക്കെ അവിടെ നിന്നാണെന്ന് തോന്നുന്നു. എന്താണ് ഈശോമാരെ കാണിക്കുന്നത്? സമയം കംബാക്ക് എടുക്കണമെങ്കിൽ 70 മിനിറ്റിന് മുമ്പ് ഒരു ഗോൾ അടിക്കണം, എന്നാലും പറ്റത്തോളൂ. ഒരു 70 മിനിറ്റിന് മുമ്പ് ഒരു ഗോൾ അടിക്കുമോ ഈ സപ്പോർട്ട് പറഞ്ഞ അടിച്ച് കൈസ് അടിച്ച് ഒന്നും കൂടെ ഈസി വാ 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 ഒന്നും കൂടെ കാരണം അവൻ ഈ എച്ച് കളിയാണ് ഐസ് കളിക്കുന്നത്. അവൻ അതുകൊണ്ടാണ് ഞാൻ അറ്റാക്കിട്ട് കളിക്കുന്നത്. അങ്ങനെ കളിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല. അവൻ അറ്റാക്കിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ അറ്റാക്ക്. അവൻ വെയിറ്റ് ചെയ്യുന്നതാണ് ഐസ്. അവൻ എട്ടൊന്നും പോയല്ല, അവൻ വെയിറ്റ് ചെയ്തിട്ട് പാസ് കൊടുക്കാനാണ് അവൻ നോക്കുന്നത്. ഫുൾ അതാണ് മനസ്സിലായോ? ഫുൾ അറ്റാക്കിട്ട് കളിക്കുന്നത് അതൊരു എച്ച് കളിയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഞാനും ഫുള്ള് ഒരു അറ്റാക്ക് വിട്ടത്. കാരണം ഫുൾ അറ്റാക്ക് ഫുൾ ഡിഫൻസ് കിട്ടിയാൽ ഓടിക്കാൻ പാടാണ്. എത്ര വയസ്സ് എൻ്റെ കൊച്ചു അക്കൗണ്ടും കൂടെ, അപ്പോൾ ഒട്ടും കയറത്തില്ല. നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കയറി ഹരിക്കെയിൻ ഒരെണ്ണം കൂടെ വേണം കൈസ്, ഒരെണ്ണം കൂടെ വരണം, എന്നാൽ നമുക്ക് അടിക്കാൻ പറ്റുന്നത്. ഗൈസ് ഇത് ഗൈസ് ഇതിനെ കയറി എവിടെ നിൽക്കുന്ന ഗൈസ്? കയറി എന്താണ് വയസ്സ് ഇവർ കളിക്കുന്നില്ലല്ലോ വയസ്സ്. നല്ലോണം ചാടുന്നുണ്ടല്ലോ വയസ്സ്. ഗോൾ കംബാക്ക് വേറെ ഇവിടെ ഇതല്ല കംബാക്ക്. ഞാൻ പറഞ്ഞ കംബാക്ക് പറ്റുവാണെങ്കിൽ അടിക്കും. എനിക്കിനി അറ്റാക്കിൻ്റെ ആവശ്യമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിനി അറ്റാക്കിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ പിന്നെ ഫുൾ ഡിഫൻസ് ഇട്ടുകൊണ്ടാണ് അറ്റാക്ക് ഇട്ടത്. ഗായ്സ് എന്താണ് ചോദിച്ചത്? അതിലപ്പോൾ സമനിലയായിട്ടുണ്ട്. എന്തായാലും എനിക്ക് അതേ ഉള്ളായിരുന്നു പക്ഷെ സമനില ഇടിക്കണമാണ്. അവൻ ഡിഫൻസ് ഇട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളിച്ചില്ല. ഞാൻ കളിക്കത്തില്ല, സീരിയസില്ല കളിച്ചത്. ഒരു പോയിൻ്റേ ഉള്ളൂ ഗൈസ്. അപ്പം കളി തുടങ്ങാം. ഇത് മലയാളിയാണ് കേട്ടാ. ATK അല്ല മലയാളിയില്ല, സോറി. ATK അപ്പോൾ കൊൽക്കത്തയിലുള്ളവരാണ്. അല്ലെങ്കിൽ ചിലർ മലയാളി ആയിരിക്കും. ATK നിൽക്കൊണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാത്ത അക്കൗണ്ടാട്ടോ. ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ് ബൂസ്റ്റേഴ്സിന് നമ്മൾ കറക്റ്റായിരിക്കുക. കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് കിട്ടാനൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കളിക്കാനായിട്ടൊരു 4-5 വർഷമായി. അപ്പം ഞാൻ ഒരു പൈസ ഒരു സമയത്ത് ബൂസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
ഒരു 2-3 കൊല്ലം മുമ്പ് ബൂസ്റ്റേഴ്സൊക്കെ കറക്കുമായിരുന്നു. ഞാനും ബൂസ്റ്റേഴ്സിനെ മാത്രമേ കറക്കത്തുള്ളായിരുന്നു. എപ്പിക്കിനൊന്നും കറക്കത്തില്ലായിരുന്നു. കറക്കുമായിരുന്നു, പക്ഷെ അടിക്കൂല. ഈ ബൂസ്റ്റേഴ്സിനെ കറക്കിയാൽ എന്തെങ്കിലുമൊക്കെ അടിക്കുമല്ലോ. ഈ ബൂസ്റ്റേഴ്സിനെ കറങ്ങിയാൽ പ്ലെയേഴ്സ് കുഴപ്പമില്ല കളിക്കും. പക്ഷെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് വിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ അക്കൗണ്ട് വിറ്റുപോകത്തില്ല. ബൂസ്റ്റേഴ്സിന് ആരും എടുക്കത്തില്ല. എപ്പിക്കില്ലാത്ത അക്കൗണ്ട് ആവും. അതുകൊണ്ട് നമ്മൾ ബൂസ്റ്റേഴ്സിനാണ് കറക്കാറില്ല. അപ്പം ഇപ്പം ഞാൻ കറക്കത്തില്ല ബൂസ്റ്റേഴ്സിന്. ഇപ്പോൾ പൈസ കൂട്ടിക്കുക എപ്പിക്കിനെ കറക്കാം. സോള വെച്ചൊരു ബ്ലിറ്റ്സ് പോലും എനിക്കറിയാൻ പറ്റില്ല. സോള വെച്ചൊരു ബ്ലിറ്റ്സ് അറിയാം. ഇതിൻ്റെ നെറ്റ് പോയത് അതവൻ വിട്ടു തന്നെയാണ്. അവൻ ലാസ്റ്റ് കയറി വന്നല്ലോ. റോഡ്രിഗറിനെ കൊണ്ട് ഗോൾ കയറിക്കൊണ്ട് വന്നു. അവൻ ഷോ കാണിച്ചതാണ്. നെറ്റൊന്നും പോയതല്ല, അവൻ ഷോ കാണിച്ചതാണ്. ഷോ കാണിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സൺ അടിക്കണ്ടായിരുന്നു. അയ്യോ ഗൈസ്, ഞാൻ അവിടെയാണ് ടാഗിൾ ചെയ്തത്. വാ 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 അവൻ ഷോ കാണിച്ചു. അപ്പം അതിനെന്തായാലും നല്ലൊരു ഗോൾ അടിച്ച് കൊടുക്കണം. 2 അല്ല, അതിൽ കൂടുതൽ അടിക്കണം. പക്ഷേ അപ്പോൾ അവന് മനസ്സിലാവണം ഷോ കാണിക്കല്ലായിരുന്നു. അങ്ങനത്തെ രീതിയിൽ കളിക്കണം ഗൈസ്. എനിക്കൊക്കെ അങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ അവനെ പ്രോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പണി കിട്ടുന്നത്. എനിക്കറിയായിരുന്നു, എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പൈസ അടിയായിരുന്നു. പക്ഷേ നമ്മളെ ഡൊണാറുമ്മയ്ക്ക് നല്ല ഹൈറ്റാണ്. അപ്പം ഞാൻ പറയുന്നത് ഒരുവിധം ബ്ലിറ്റ്സൊക്കെ ഗോളടിച്ചാലും പിടിക്കും. ഫ്രീ ആയിട്ട് കൊടുത്ത നെയ്മറൊക്കെ അടിച്ചു കഴിഞ്ഞാലും എൻ്റെ ഡൊണാറുമ്മ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുവിധം നല്ലൊരു ഗോളിയാണ് എനിക്ക് തോന്നി. അവിടെ വെച്ചാൽ കൊടുക്കത്തുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, പിടിക്കും. പക്ഷേ വേറൊരു ഗോളിയെങ്കാട്ടി നല്ലതാണ് ഇവനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ മറ്റേ 107 കാർഡ് ഉണ്ടല്ലോ, പക്ഷെ അതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിപ്പം ഇത് മാറ്റി 97 ഉള്ളു. ആരും കുഴപ്പമില്ല. താങ്ക്സ് ബ്രദർ. ഓ പെനാൽറ്റി. ലൈവൊക്കെ ഇടുമായിരുന്നപ്പോൾ നിങ്ങളടുത്ത് വെച്ചിട്ട് എനിക്ക് പിടിക്കായിരുന്നു. അപ്പം ലൈവൊക്കെ ഇടണമെങ്കിൽ ഇത്തിരി PC കാര്യങ്ങളൊക്കെ വേണം. ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈവൊക്കെ ഇടായിരുന്നു. കുഴപ്പമില്ല, നമ്മളാണ് ജയിച്ചിരിക്കുന്ന. ലീഡ് നമ്മളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോളെന്ന് പറയുന്നത് ഒരു ഇതല്ല. അപ്പോൾ അതാണ് എനിക്കൊരു ഇതെന്ന് പറയുന്നത്. ഒരു ഗോൾ എപ്പോൾ ആണെങ്കിലും മതി, ഡക്കിന് വേണമെങ്കിലും കയറിയാൽ കയറാം. നമ്മൾ ഒരു ഗോളിന് ലീഡ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. സോളോ അടിച്ചത് കൊടുക്കാൻ വിളിച്ചു എന്നാ. ഓഫ്സൈഡായിരുന്നു അല്ലേ? ഓഫ്സൈഡായിരുന്നു തോന്നുന്നു. ബാക്ക് പോലുണ്ടല്ലായിരുന്നു. പക്ഷേ അതേ സോളെ കൊണ്ടാൽ കയറിയാൽ മതിയാണ്. ഫസ്റ്റ് ക്ലാസ്സിന് കൂടെ തോന്നുന്നത്.
അയ്യോ സോളെ അടിയോ സോളെ എണ്ണം കുറേ ആളാണെന്നാണ് ഒരു ഇത്തിരി അടിച്ച് ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം അടിക്കാറ്. അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് പിന്നെ വ്യൂസും വേണം എനിക്ക്. പിന്നെ നിങ്ങളെ ഇപ്പം ഒരാളെ വീഡിയോ ആണെങ്കിൽ അതിൽ വേറെ ഫോണൊക്കെ കാണുമല്ലോ അവർ വീട്ടിൽ വേറെ. അപ്പം അങ്ങനെയൊക്കെ ആ ഫോണിൽ നിന്നൊക്കെ ഒന്ന് സബ് ചെയ്യുക. ഏതാ ഗോള് ഗൈസ്? അത് കിട്ടില്ല ഗോളായിരുന്നു. ഞാൻ വിചാരിച്ച അവൻ എന്നെ പുഷ് ചെയ്തു. ബാക്ക് ടു ബാക്ക് ഗോളാണ് സോള അടിച്ചിരിക്കുന്നത്. സോളെ കൊണ്ടൊരു ഹാട്രിക് അടിപ്പിക്കാൻ നമുക്ക് നോക്കാം. ഈ കളിയിൽ നമ്മളെ പയ്യനും ഒരു ഹാട്രിക് ഇരിക്കട്ടെ, നോക്കാം. മാക്സിമം ഞാൻ ശ്രമിക്കാം എൻ്റെ പയ്യനെ കൊണ്ട് ഹാട്രിക് അടിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് സോളോ. അതാണ് ഇപ്പോൾ ഈ അടിയൊക്കെ കയറേണ്ടതാണ്. ഒരു കാര്യം നോക്കിയാൽ പ്രത്യേകിച്ച് ഈ അടിയൊക്കെ കയറേണ്ടതാണ്. പ്രത്യേകിച്ച് കാരണം ഇവനെ കറക്കിയതാണ്. ഇവനെ പത്ത് സ്പിന്ന് ചെയ്ത് 20 സ്പിന്ന് അങ്ങനെ ചെയ്തതാണ് പൈസ കൂട്ടി വെച്ചിട്ട്. പക്ഷെ എന്താണ് അവൻ കിട്ടിയില്ല. അതൊക്കെ കയറേണ്ടതാണ്. പ്രത്യേകിച്ച് അവൻ നല്ല ഷൂട്ടറാണ്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കയറേണ്ടതാണ്. അപ്പോൾ മനസ്സിലായി. ഗോളി ഒട്ടിച്ചാലേ ഐസ് നമുക്ക്. അയ്യോ അതിന് മുമ്പേ വരക്കൊണ്ട് വന്നു താങ്ക്സ്. ഗോൾ ഫൗളല്ലേ നമ്മൾ സോളോ വെച്ചടിക്കാൻ നോക്കാം. ഓ സോളോ കിട്ടിയില്ല. ഹാട്രിക് സോളോ എന്തായാലും ഹാട്രിക് അടിച്ചിട്ടുണ്ട്. സോളോ അപ്പുറത്തെ ഈ ലെഫ്റ്റ് ഫുട്ടേക്ക് സോളോ ഞാൻ അടിക്കത്തില്ല. സോളോ എന്തായാലും ഹാട്രിക് അടിച്ചിട്ടുണ്ട്. ഒന്നും കയറത്തില്ല. ഇപ്പോൾ ടാക്കിളിലോട്ട് തീരും. ഇതൊരു ടാക്കിള്. അതും ടാക്കിളൊന്നും വീണില്ല ചേച്ചി. ഞാൻ ചുമ്മാ അടിച്ചാണ് ഞാൻ ഈ ഗോളിൻ്റെ ആവശ്യമില്ലിരിക്കുന്നു. ജയിച്ചേ ആണെങ്കിൽ സോളോ വെച്ച് ഒരു ബ്ലിറ്റ്സും അടിച്ചു. അപ്പം 3 ബ്ലിറ്റ്സ് അടിച്ചു ഞാൻ സോളോ വെച്ച്. അങ്ങനെ ഓഷറാണ്. അവൻ ഐസ് ഷൂട്ടായിരുന്നു. പക്ഷേ 200 ഉള്ളതുകൊണ്ട് കയറത്തില്ല. കയറത്തില്ല അങ്ങനെ ഒന്നും. അവൻ ഫേക്ക് ചെയ്യുന്നത് നമ്മൾ. എന്ത് ഫേക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? ഓള് നമ്മൾ തന്നെ ജയിച്ചത്.
നമുക്കൊരു ഫേക്ക് അങ്ങ് ചെയ്താലോ ഗൈസ്. പക്ഷേ കയറി പോയതാണ്. പക്ഷേ അവൻ്റെ ഡിഫൻഡറാണ് എന്നെ ഇതാക്കിയതില്ല. ഞാൻ അടിച്ചെന്നെ ഗോളെ എത്തിച്ചത്. സോളാണ് മനസ്സാക്കി അവനാണ് കളിച്ചത്. ഇപ്പം 4 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി 4 പോയിൻ്റ് വേണം. ഒരു കളി കൂടെ ഞാൻ കളിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം, കാരണം കുറേ സമയം പോയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. സബ് എന്തായാലും ചെയ്യുക. സബ്സ്ക്രൈബ് അതേ പറയുന്നുള്ളൂ. റൊണാൾഡോയാണോ മെസ്സിയാണോ ഇഷ്ടമുള്ളവർക്ക്, റൊണാൾഡോയാണോ മെസ്സിയാണോ നെയ്മറിനെയാണോ ഇഷ്ടമുള്ളവർക്ക് കമൻറ്റിൽ പറയാം റൊണാൾഡോയാണോ ആരെയാണ് ഇഷ്ടമെന്ന്. മീൻസ് കാണുന്നവർ ഫുള്ളൊന്ന് കണ്ട് തീർക്കാൻ ശ്രമിക്കുക പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക. ഇത്തിരി സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് ഗൈസ്. അങ്ങനെ 10K ഒന്ന് അടുപ്പിച്ചിരുമോ ഗൈസ് എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ കളിയിലേക്ക് പോകാം. ഇവൻ്റെ അക്കൗണ്ട് അങ്ങനെ ഇവൻ്റെ അക്കൗണ്ട് നോക്കിയില്ല ഗൈസ്. അവൻ്റെ അക്കൗണ്ട് നോക്കിയില്ല ഗൈസ്. എഡ്ഗർ ഡേവിഡ്സ്, സെനറ്റി, റോൾ. നെയ്മർ മറ്റേ നെയ്മറാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ബ്ലിറ്റ്സ് നെയ്മറാണ്. അങ്ങനെയാണ് ബ്ലിറ്റ്സ് അടിച്ചൂടെ. ഐക്കാർഡുണ്ട്, നെയ്മർ ജൂനിയർ ഉണ്ട്, നമുക്ക് സോള ഉണ്ട്. സോള കിട്ടിയില്ല. ഗായ്സ് ക്രോസ് ബാർ ഞാൻ പറഞ്ഞില്ല, ഒന്ന് കളിച്ചു വന്നതിനാ പിന്നെ സോളയൊക്കെ ചെറിയാൻ സോ അടിക്കൂല്ല. കളിക്കുക. ഹാരി കെയ്ൻ, സെനറ്റി കിട്ടുന്നു. അടിച്ചു ഒന്നടിച്ചു. നമുക്ക് പിന്നെ ലക്കില്ല. ക്രോസ് ബാറിലൊക്കെ അടിച്ചപ്പോൾ അങ്ങനെ എല്ലാ ബ്ലിറ്റ്സിനും ഉള്ളതാണ്. കുഴപ്പമില്ല. നമുക്ക് പിടിക്കാം.
നമുക്ക് പിടിക്കാനുള്ള ഗോളൊക്കെ അല്ലേ ഉള്ളൂ. ഒന്നൊക്കെ ഈസി. അടുത്തത് കയറോ. ഗ്രേറ്റ് ക്രോസ്. എന്ത് സേവ് വോയിസ് അവൻ ചെയ്ത് വീട്ടിലെ സേവ് വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം തന്നെ നിങ്ങളിപ്പോൾ കണ്ടല്ലേ മിക്ക പ്രാവശ്യം ഞാൻ തിരിച്ചടിക്കും. അപ്പം തന്നെ നോക്കിയാണ് ഞാൻ തിരിച്ചടിക്കാനുള്ള കയറ്റം കയറിയത്. പക്ഷേ അത് ഇന്നേനാ നല്ലോണം സേവ് ചെയ്ത എൻ്റെ ഗോളി. പക്ഷെ ഞാൻ ബ്ലിറ്റ്സ് അടിച്ചാലും മതിയായിരുന്നു. മണ്ടത്തര കാണിച്ച്. RWFന് മെസ്സിക്ക് പകരം വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാടാ മോനെ. ഹാഫ്ടൈമിന് നമുക്ക് കളിക്കാൻ ഒരുപോലെ തന്നെ ലഭിക്കുക. ഡിഫൻസ് എല്ലാം കിട്ടും. ഇല്ലല്ലോ അങ്ങനെയൊന്നും കളിച്ചില്ലെന്നോ. കളിച്ചതിന് ശേഷമായിട്ടാണ് കളിക്കുന്നുണ്ട്. സോളോ എനിക്കറിയായിരുന്നു ഈ ഹസാഡ്. അയ്യേ മറ്റേ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ കറവയില്ല. അതടിക്കാൻ വയ്ക്കുക. ഞാൻ കുറേ അറ്റംപ്റ്റ് ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഒന്നും ചേച്ചി വാ 64 ആയുള്ളൂ. രണ്ടുപേരും സമനിലടിക്കാനുണ്ട്. പിന്നെ ഡിഫൻസ് കിട്ടും. എനിക്ക് എൻ്റെ അഹങ്കാരത്തിലാണ് ആ ബോൾ പോയത്. വീണ്ടും പോയി. ഡിഫൻസ് ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഒരു അറ്റാക്ക് ഇടാം. പക്ഷെ ഒരു ക്രോസും കൊടുത്താലോ. ഗോള് എന്ത് ലക്ക് കൈസ് അവനിക്ക്. എന്ത് ലക്ക് കൈസ്. നല്ല ലക്ക് കൈസ് കേട്ടോ. എനിക്ക് നല്ല ലക്ക്. അവൻ അതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ആ ബോള് പോയി. നല്ല ലക്ക് കൈസ് അവനിക്ക്. എത്ര പോസ്റ്റ് ആയിപ്പോൾ തന്നെ എനിക്ക്. പോസ്റ്റും ക്രോസ് ബാറും അല്ലേ. Yes. Hurricane. എന്താണ് നീ ഇങ്ങനെ അടിച്ചത്. രണ്ടാമത്തെ ഗോൾ അടിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ അടിച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പോകും. അവിടെ തോക്കോ കഷ്ടമാണ് ഇത്. ഒരു ഗോളെങ്കിലും അടിക്കാൻ നോക്കാം. കണ്ടാൽ മനസ്സിലായാലും എന്ത് കഷ്ടപ്പെട്ടു. ഇപ്പോൾ ലക്കിന് ഗോൾ സേവ് ചെയ്യുന്ന ഫുള്ള് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഒന്നും പറയാമല്ലോ. ഫുള്ള് സ്ക്രിപ്റ്റ് ആയിരുന്നു.
ലക്കിന് ഗോൾ സേവ് ചെയ്യുന്നു, പിന്നെ പോസ്റ്റ് എത്ര പ്രാവശ്യം അടിക്കുക, അങ്ങനെയൊന്നും അടിക്കത്തില്ല. കാണിക്കുന്ന അവിടെ കിടന്ന് ഒട്ടും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതൊന്നും ഒട്ടും കയറുന്നില്ല. കളി വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോയുടെ അവസാനമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ ഇടാൻ ശ്രമിക്കാം. ടാറ്റ. അപ്പം നല്ല വ്യൂസൊക്കെ തരിക. ബൈ ബൈ. പിന്നെ കാണാം.